അതെ. ഈ സിനിമയും സീരിയലൊക്കെ കണ്ടോണ്ടിരുന്നാ കാശ് കിട്ടുവോ? എന്ത് ചോദ്യാ അല്ലേ? അങ്ങനെ കണ്ടോണ്ടിരുന്നാ കാശ് കിട്ടുമെങ്കിൽ പിന്നെ നമ്മള് ജോലിക്കൊന്നും പോകാതെ ഇതൊക്കെ കണ്ടോണ്ടങ്ങ് ഇരുന്നാ പോരെ അല്ലേ? എന്നാൽ മണിക്കൂറുകളോളം ഈ സിനിമകളും സീരീസുകളും വീഡിയോകളും ഒക്കെ കണ്ടോണ്ടിരുന്നാൽ കാശ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലിയുണ്ട്. ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്റർടൈൻമെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ആണ് അത്തരമൊരു ജോലി വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു പരസ്യമൊക്കെ കൊടുത്തത് തന്നെ. അപ്പൊ ജോലിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ടാഗർ എന്നാണ് ജോലിയുടെ പേര്. അപ്പൊ ഇതിന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ടാഗുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ജോലി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹൊറർ സീരീസിലുള്ള മൂവി ആണെങ്കിൽ ഹൊറർ എന്ന ടാഗ് നൽകണം. അപ്പം കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ടൊക്കെ തോന്നും. എന്തൊരു നല്ല ജോലിയാന്നൊക്കെ തോന്നും. പക്ഷെ കിട്ടുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ തവണ 2 ഘട്ടത്തിലേറെയായിട്ടാണ് ഇതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് തന്നെ. കാരണം നല്ല കോമ്പറ്റീഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ജോലി കിട്ടുക നല്ല പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഒരു അറിവൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് എഴുതുകയും വേണം. ഇനി ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം എന്നുള്ളത് ഒരു ഗുണം തന്നെയാണ്. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇഷ്ടമുള്ള സിനിമയൊക്കെ മണിക്കൂറുകളോളം ചുമ്മാ കണ്ടോണ്ടിരിക്കുക. അത് അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ ഒരു 1 1/2 മണിക്കൂർ നീളമുള്ള നമ്മുടെ ഈ ജെയിംസ് ബോണ്ട് ചിത്രങ്ങൾ പോലെ ഈ സയൻസ് ഡോക്യുമെന്ററികളൊക്കെ നമ്മൾ കണ്ടോണ്ടിരുന്ന് ഇതിന് ടാഗുകളൊക്കെ നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. ഇനി ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊരു ഇഷ്ടമൊക്കെ തോന്നുവാണ്, ഈ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെറ്റ്ഫ്ലിക്സിന്റെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പം ഇത്തരം ടാഗുകളെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പരസ്യമൊക്കെ പ്രത്യക്ഷപ്പെടാം.